വെൽക്കം ടു സാലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമ്മുടെ 3ാം ക്ലാസ്സിലെ EVSന്റെ പരീക്ഷ ഇതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട് അല്ലേ. അവ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും ഇങ്ങനെ അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ റിവിഷൻ മാത്രം പോരാ, നമുക്ക് എന്ത് വേണം, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ചെയ്തു പഠിക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കുട്ടി ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, നിങ്ങൾ അടിപൊളിയായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക വേണം കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് to the diet to avoid malnutrition. Which categories do the following food items belongs to? അതായത് പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. താഴെ തന്നിരിക്കുന്ന ആഹാര വസ്തുക്കൾ ഏതൊക്കെ വിഭാഗത്തിലാണ് പെടുന്നത്? നമ്മളിങ്ങനെ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിച്ചായിരുന്നു. ഒന്ന് ഗ്രെയിൻസ് ധാന്യങ്ങളായിട്ട്, പിന്നെ ലീഫി വെജിറ്റബിൾ ഇലക്കറികളായിട്ട്, ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ട്, പിന്നെ പയറു വർഗ്ഗങ്ങളായിട്ട്, പിന്നെ എന്താണ് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഫുഡ് ഐറ്റംസിനെ നിങ്ങൾ ഇതുപോലെ തന്നെ അനുയോജ്യമായതായിട്ട് നിങ്ങൾ തരംതിരിക്കണം. അപ്പൊ മിസ് എന്താണെങ്കിലും ആൻസർ ഇവിടെ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര രീതിയിലാണ് നമ്മൾ തരംതിരിച്ചത്? കിഴങ്ങ് വർഗ്ഗം, പയറു വർഗ്ഗം, പഴങ്ങള്, പച്ചക്കറികൾ, ഇലക്കറികൾ. അപ്പൊ 5 നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും ഈ 5 എണ്ണത്തിന്റെ പേരും അതിന് കുറച്ച് എക്സാമ്പിൾസും പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോവാൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദിസ് ടൂൾ യൂസ്ഡ് ഫോർ? ഈ ഉപകരണം ഏത് തൊഴിലിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം, പണ്ട് കാലത്ത് നമ്മൾ കൃഷിക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമായിരുന്നു അല്ലെ. എന്തായിരുന്നു ഇതിന്റെ പേര്? കലപ്പ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ എപ്പോഴാണ്, ഏതിനാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? കാർപ്പൻട്രി മരപ്പണിക്കാണോ, അല്ലെങ്കിൽ ഫാമിംഗ് അല്ലെങ്കിൽ കൃഷിക്കാണോ, സ്റ്റിച്ചിങ് ക്ലോത്ത്സ് അല്ലെങ്കിൽ തയ്യലിനാണോ, ഫിഷിംഗ് അല്ലെങ്കിൽ മത്സ്യബന്ധനം? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫാമിംഗ് അല്ലെങ്കിൽ കൃഷിയാണ്. അപ്പൊ തന്നിരിക്കുന്ന ചിത്രം മക്കൾക്ക് എന്താണ്? പ്ലോഗ് അല്ലെങ്കിൽ കലപ്പ എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ക്ലോത്ത്സ് റീച്ച് അവർ ഹാൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക് ഓഫ് മെനി പീപ്പിൾ. ക്ലോത്ത് മേക്കിംഗ് ഇൻവോൾവ് മെനി സ്റ്റേജസ് ഫ്രം ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ടു റീച്ചിങ് ദ ടെക്സ്റ്റൈൽ ഷോപ്പ് ഫോർ സെയിൽ. നൗ കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് ക്ലോത്ത് മേക്കിംഗ് ഇൻ പ്രോപ്പർ ഓർഡർ. അതായത് വസ്ത്രം നമ്മുടെ കയ്യിലെത്തുന്നത് എങ്ങനെയാണ്? നിരവധി ആൾക്കാരുടെ പ്രയത്നഫലമായിട്ടാണ് അല്ലെ. പരുത്തി കൃഷിയിൽ നിന്നും തുടങ്ങി തുണിക്കടയിൽ എത്തുന്നത് വരെയുള്ള അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര ഘട്ടം? ടോട്ടൽ 7 ഘട്ടമാണുള്ളത്. അപ്പൊ ആ ഘട്ടങ്ങൾ മക്കൾ പഠിച്ചു വെക്കുക. നമ്മൾ ഓൾറെഡി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനും എന്താണ് 7 എണ്ണമാണ്. അപ്പൊ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രനിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളും മക്കൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ്? കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷി ചെയ്യുന്നു. കളക്ടിങ് കോട്ടൺ, അതായത് പഞ്ഞി ശേഖരിക്കുന്നു. സ്പിന്നിങ് കോട്ടൺ, അതായത് പഞ്ഞി പിന്നീട് നമ്മൾ നൂലാക്കുന്നു. അതിനുശേഷം നമ്മൾ ചായം പൂശുന്നു, മിക്സിംഗ് ഡൈസ്. പിന്നെ വീവിംഗ് ക്ലോത്ത്, വസ്ത്രം നമ്മൾ നെയ്തെടുക്കുന്നു. പിന്നീട് അത് ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തുണി കച്ചവടം നടത്തുന്നു. അവിടെ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ അത് ധരിക്കുന്നു. സ്റ്റിച്ചിങ് ഗാർമെന്റ്സ്. അതും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി ഒരു ചോദ്യമാണ്: താഴെ കാണുന്ന ജീവികൾ പരത്തുന്ന ഓരോ രോഗത്തിന്റെ പേര്. ഇവിടെ എന്തൊക്കെ ജീവികളെ കാണുന്നത്? കൊതുകിനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ, ഈച്ചേനെയും കാണുന്നുണ്ട്. അപ്പൊ ഇവര് പരത്തുന്ന രോഗങ്ങളുടെ പേരുകൾ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും, 2 എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ, 2 എണ്ണമെങ്കിലും മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ, ഡെങ്കു ഫീവർ, ചിക്കൻഗുനിയ. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇനി ഈച്ച പരത്തുന്ന ഏതൊക്കെയാണ്? ഡിസെൻട്രി, കോളറ, അതായത് വയറിളക്കം, അതുപോലെ തന്നെ കോളറ. ഓർത്തു വെക്കൂലോ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വേറെ പല രീതിയിൽ ഇതുപോലെ തന്നെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് മൊസ്കിറ്റോ കൊതുകിലൂടെ വരുന്നുണ്ട്, പിന്നെ ഈച്ചയിലൂടെ വരുന്നുണ്ട്, എലിയിലൂടെ വരുന്നുണ്ട്, ജലത്തിലൂടെ പടരുന്ന രോഗങ്ങളുണ്ട്, വായുവിലൂടെ പടരുന്ന രോഗങ്ങളുണ്ട്, പിന്നെ സമ്പർക്കത്തിലൂടെ ത്രൂ കോണ്ടാക്റ്റിലൂടെ പടരുന്ന രോഗങ്ങളുമുണ്ട്. അപ്പൊ ഈ രോഗങ്ങളുടെ പേരുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ പോവാനായിട്ട്. അപ്പൊ ഇതില് ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കിയിട്ട്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോവാൻ. നിങ്ങളുടെ പരീക്ഷ എല്ലാവരുടെയും എന്താണ് അടിപൊളിയാവട്ടെ, എളുപ്പമായിട്ട് എഴുതട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.